നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്, അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഒക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. വീട്ടിൽ പട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പട്ടിക്കാട്ടം പറക്കി തിന്നോടെ. ഇതാണ് എൻ്റെ ഒരു ഉപമ. ഇങ്ങനത്തെ ഉപമകളാണ് ഞാൻ ഇങ്ങനെ പറയാറ് ഇത്തരം സാഹചര്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം കേട്ടോ. കുറച്ചധികം കോമഡികളുണ്ട് ഈ സാധനത്തിൽ. എന്തായാലും ദിയ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും 10-60 ലക്ഷത്തിന് മേളിൽ രൂപ കണക്കിൽ ഇപ്പം നിലവിൽ തട്ടി എടുത്ത കുറെ കള്ളികൾ, ഒരു 3 കള്ളികളുണ്ട്. ഇവള് പോലത്തെ വെണ്ടയ്ക്ക വെഴുക്ക് വെട്ടിയ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ ചിലവാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കള്ളിന്നാൽ ലോക കള്ളി. പിന്നെ വേറൊരു കേസ്, ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ പിടിക്കപ്പെടും എന്ന് ഇവർക്ക് തന്നെ അറിയാം. പക്ഷെ പിടിക്കപ്പെടുന്നതിന് മുന്നേ ഒരുപാട് പൈസ, കണക്കിൽപ്പെടാത്ത പൈസ തട്ടി എടുത്തുകൊണ്ട് മുങ്ങണം. മുങ്ങിയതിനു ശേഷം പിടിച്ചു കഴിഞ്ഞാലും കേസ് വാദിച്ച് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു നല്ല ഒന്നാം തരം പ്ലാൻ കൊണ്ടാണ് ഇവളുമാര് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇവളുമാര് ഇവിടെ നിന്ന് ലക്ഷങ്ങൾ തട്ടി കടം വീട്ടി വീട് വെച്ച് അങ്ങനത്തെ പല പരിപാടി ചെയ്ത്. എന്തിന്? കൃഷ്ണകുമാർ പറയുന്നുണ്ടായിരുന്നു ദിയാകൃഷ്ണ കിടക്കുന്നത് വാടക ഫ്ലാറ്റില, എന്നാൽ അവളുടെ സ്റ്റാഫുമാര് അവിടെ ജോലി ചെയ്തും കൊണ്ട് സ്വന്തമായിട്ട് വീട് വാങ്ങി എന്നുള്ളൊരു കാര്യം വരെ പറയുന്നുണ്ട്. അത്രയ്ക്ക് രീതിയിൽ നല്ല പോലെ മൂഞ്ചിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ 3 കാട്ടപരാധികൾ എന്ന് തന്നെ ഞാൻ വിശേഷപ്പെടുത്തും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇവളുമാരെ കാണുമ്പോൾ കരിഞ്ഞ് പൊരിഞ്ഞു കയറി വരും. അതുപോലെ ഞാനൊരു വോയിസ് കൊടുക്കാം. ഈ കള്ളികളിൽ നിന്നും ഒരു കള്ളിയുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ പറയുന്ന വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കുക. എന്നാ കള്ളണ്ടാ. വിനിത എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടും ഉണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു, ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. ഈ കള്ളികളിൽ ഒരു കള്ളി തന്റെ 10 ലക്ഷം രൂപ കടം തീർത്തു. അതുപോലെ ബാങ്കിലിരുന്ന കുറച്ച് സ്വർണങ്ങളൊക്കെ എടുത്തു. സ്വന്തം അപ്പന് ഈ കട്ട പൈസയിൽ നിന്നും ഒരു മാലയും വാങ്ങിക്കൊടുത്തു. സ്വർണം എന്തൊക്കെയും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കുടുംബത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കേസ്, ഇവിടെ ഇവളുമാരുടെ വീട്ടുകാരടക്കം ഇതിൽ പ്രതികളാണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കടം വീട്ടുകയും ഇത്രയും സമ്പാദിക്കുകയും ഇങ്ങനെ അപ്പന് മാലയും സ്വർണമൊക്കെ അടക്കം വാങ്ങിക്കൊടുക്കുമ്പോൾ ഉറപ്പായിട്ട് വീട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യും? ചോദിക്കും, നിനക്ക് ഇവിടുന്ന് ഇത്രയും പൈസ. അപ്പൊ മോള് പറയുന്നത്, ഞാൻ കട്ടുണ്ടോന്നതാ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ QR കോഡ് എടുത്ത് കാണിച്ചു കൊടുത്ത് വരുന്നവരെ പൈസ എല്ലാം എന്റെ അക്കൗണ്ടിലിട്ട് അതെടുത്ത് ഞാൻ ഇവിടെ ചെലവാക്കുന്നു. ആണോ മോളെ? ആ ആയിക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് വീട്ടുകാരും വിട്ടുകയാണ്. അതുകൊണ്ടല്ലേ മോളൊക്കെ ഇത്രയും മോളുകളായിട്ട് മാറി ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ പറ്റുമോ? ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കുടുംബത്തിലുള്ളതിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു കാര്യം പറയാം, നമ്മൾ എന്തെങ്കിലും ഒന്ന് കട്ടുകൊണ്ട് വീട്ടിൽ പോയി കയറി കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ചോദ്യം ചെയ്യും. പിന്നെ ജീവിതത്തിൽ കക്കേണ്ട ഒരു ലെവലിലോട്ട് എത്തത്തുമില്ല. ഈ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ നമ്മളെ വീട്ടുകാർ ശാസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവളുമാരെ പോലെ ഉള്ളതിനൊക്കെ ഇത്രയും പ്രായമായിട്ട് ഇത്രയും ലക്ഷങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നപ്പോഴും സപ്പോർട്ട് ചെയ്ത വീട്ടുകാരാണ് എനിക്കിവിടെ കാണാൻ സാധിച്ച സുഹൃത്തുക്കൾ. എന്നാൽ ഒന്നാം തരം ഫാമിലി. ഇനി കള്ളികളിൽ വേറൊരു കള്ളി പറയുന്ന ഒരു കള്ളം നമുക്ക് കേട്ടു നോക്കാം. അവളെ കള്ളമാണ് മോനെ, കള്ളാണ്. പേയ്മെന്റ് വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എന്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്ത്ലി ചിലപ്പോൾ 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രം 2 ലക്ഷം പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. നീ ശശിയാക്കിട്ടില്ലല്ലേ സാധനം, നീ ശശിയാക്കിട്ടില്ലാണ് കൃഷ്ണകുമാർ ചോദിച്ചെന്ന്. നീ ശശിയാക്കിട്ടില്ലല്ലേണെന്ന്. എടി നിന്നെയൊക്കെ കൈ കിട്ടിയ എനിക്ക് അറിഞ്ഞൂടാ. ദൈവമേ, ഈ കോടതിയിലുള്ളവരെന്തെങ്കിലുമൊക്കെ ഇവള് നേരെ പിടിച്ച് അകത്തിട്. പൈസയുടെ കൂത്ത് കുഴപ്പമില്ല. എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്ത് ഇവളുമാര് ഈ വീട് വെച്ച പൈസയും എല്ലാം ഈ ദിയാകൃഷ്ണൻ വെട്ടിച്ച് മൂഞ്ചിച്ചുണ്ടാക്കിയ പൈസയാണ്. വീടടക്കം ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിട്ട് വിറ്റിട്ട് ആ പൈസ ദിയാകൃഷ്ണയുടെ ഫാമിലിക്ക് തിരിച്ചു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം. കാരണം ഇനി ഇങ്ങനെ ഒരു കള്ളം ആരും ചെയ്യാൻ പാടില്ല. പിന്നെ ഇവള് പറയുന്ന കേട്ടാ കള്ളം പുന്നാരകളെ ചെച്ചി ആക്കറ്റി കയറിക്കൊപ്പയെന്ന്. ചെച്ചി ആക്കറ്റില് നിന്നെയൊക്കെ പിന്നെ അങ്ങേർക്ക് അതല്ലേ പണി, ഇതല്ലേ പറയാൻ ഉണ്ടാക്കാനുള്ള നേരം. നിനക്കൊക്കെ നാണല്ലേടി ഉളുപ്പില്ലാത്ത ആളുകളെ. ചെച്ചി രാക്കറ്റില്ലെന്ന്. ചെച്ചി രാക്കറ്റ് പോവാം. ഇനി ഇവളെ ഈ ചെച്ചി രാക്കറ്റിനെ കുറിച്ചിട്ട് ഇവളുടെ അയൽവാസി പറയണ കേട്ടോക്കാൻ. വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന്.
ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത്, അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് 1 വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വെക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ ഞാൻ. ഈ ചെച്ച് രാക്കറ്റിന്റെ സഹോദരൻ ലണ്ടനിൽ പോയിരിക്കുകയാണ്, പഠിക്കാനാണ് പോയത്. അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നു. എന്നാൽ ടിപ്പായിട്ട് എന്റെ ചേട്ടൻ മാസം 1 ലക്ഷം രൂപ എനിക്ക് അയച്ചു തരും. ഈ പാർട്ട് ടൈം ജോലി ആണെന്ന് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതിനേക്കാൾ അവിടെ പോയിരുന്ന് പാർട്ട് ടൈമിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കോടീശ്വരൻ ആവാൻ പറ്റുമല്ലോ. എടി കള്ളി, നിനക്കൊക്കെ ഉളുപ്പില്ലേടി കള്ളികളെ. അയ്യോ, ചേട്ടൻ അവിടെ നിന്ന് പാർട്ട് ടൈമിൽ ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് കീരവത്ത് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് എന്നെയൊക്കെ കൊണ്ടുവന്ന്. ഇനി വേറൊരുത്തുണ്ട് ഇതിലൊക്കെ മെയിൻ തുറുപ്പിച്ചിട്ട് കള്ളി, കണ്ണാടി വെച്ച കള്ളി. ഞാൻ കണ്ണാടി വെച്ചിട്ടൊന്നും കള്ളനൊന്നുമല്ല, എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ. ഇനി കള്ളികളിൽ പ്രധാനിയായ കാട്ടുകള്ളി നമുക്കൊന്ന് കാണാം. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് തീയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പം എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പം എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇന്ന് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായി. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു. പിന്നെ അവന്റെ തലേ കൂടി ലോറിയോടല്ലേ ഇതുപോലത്തെ കാട്ടാവരകളോ കയറി ഇറങ്ങി നടക്കലല്ല അവന്റെ പരിപാടി. അവൻ ഇത്രയും ഗതികേട് എന്തായാലും അവൻ ഇത്രയും ഗതികേടില്ല. അത് കൺഫേം ആ 100ക്ക് 110% ഉറപ്പാ. അവൻ ഇത്രയും ഗതികേടില്ല. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പോ, കേട്ടിട്ടില്ലേ മലബാർ ഗോൾഡ്? അതുപോലെ ആണ് അവന്റെ അവസ്ഥ. അവനവിടെ നല്ല ഭാര്യയുണ്ട്. ഇതിന്റെ ഒന്നും പിന്നാലെ പോയിട്ട് അവന് കളങ്കപ്പെടുത്തേണ്ട കാര്യം അവനില്ല. ഇനി ദിയാകൃഷ്ണ ഇതിനൊരു അണ്ണാക്കിൽ കൊടുക്കുന്നില്ല, അന്നനാളത്തിൽ കൊടുക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ. തള്ളുവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ. ഇനി ഇതൊന്നുമില്ല, ഇതിനേക്കാൾ ഒരു മാസ്മരീന റിപ്ലൈ ദിയ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണ് വാരി അവൻ തിന്നാറില്ല. നീയൊക്കെ ഇരുന്ന് ഇനി പോയി കമന്നിരുന്ന് അങ്ങ് കര. നാട്ടുകാരെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചാൽ നമ്മളൊന്നും മണ്ടന്മാരല്ല. ദിയാകൃഷ്ണയ്ക്ക് ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ഒരിക്കലും തകർക്കണമെന്നോ അവരെ വലിച്ചുകീറി ഒട്ടിക്കണമെന്നോ ഒന്നും നമുക്കില്ല. അതിന്റെ ആവശ്യമില്ല. എന്തിന് വ്യക്തിപരമായിട്ട് എനിക്ക് ദിയാകൃഷ്ണൻ എടുത്ത് ദേഷ്യമുണ്ട്? ഒരിക്കലും ഇല്ല. നാളെ ഒരു തെറ്റവരുടെ ഭാഗത്ത് കണ്ട നമ്മൾ വിമർശിക്കും. പക്ഷെ ഇന്ന് അവരുടെ ഭാഗത്താ ശരി. 100ക്ക് 110% ഇനിയും അവരെ തന്നെ സപ്പോർട്ട് ചെയ്യും കേസിൽ. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ പൊന്ന് കാട്ടവരാതികളെ, ഉള്ള കാര്യം ഞാൻ പറയാം, തുറന്ന് ഓപ്പണായിട്ട് പറയാം. അങ്ങ് വന്നിരിക്കുകയാണ്. വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് അവന് മണ്ണ് വരുന്ന ഭ്രാന്തല്ലേ അശ്വിൻ. അയ്യോ, വിളിക്കാൻ പറ്റിയ സാധനങ്ങൾ ഞാൻ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോ. ഞാൻ വേണ്ടടേ, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി അടുത്ത് ബാക്കി നീ തന്നെ മൊഴിഞ്ഞാട്ടെ കണ്ണാടി. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും നമ്മളിങ്ങനെ ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കാം. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയ. ഊളുപ്പില്ലാത്തവള് തിന്ന ചോറിന് നന്ദി കാണിക്കടി. പട്ടിയാണെങ്കിലും തിന്ന ചോറിന് വാലാട്ടി നിൽക്കും കേട്ടോ. നിന്നെയൊക്കെ പട്ടിയെ പോലെ കാണണമെന്നോ കണ്ടെന്നോ അല്ല, കൂടെ നിർത്തി. ഒരു ജാതിയുടെയും ഒരു വേർതിരിവും ഇല്ലാതെ നിന്നെയൊക്കെ കൂടെ നിർത്തി. വളകാപ്പ് ചടങ്ങിന് നിന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവരെ മാത്രമേ ദിയെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നെയൊക്കെ സ്വന്തം സഹോദരിയെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ കണ്ടുപോയി. അതാണ് അവള് ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തനം, മണ്ടത്തനം. കൂടെ നിന്ന് തേർഡ് റൈറ്റ് സാധനങ്ങൾ മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് പിടിച്ചു കൂടെ നിർത്തി മൂഞ്ചി. ഇങ്ങനെ അവള് വിശ്വസിച്ചു പോയി, കണ്ണടച്ച് വിശ്വസിച്ചു പോയി നിന്നെയൊക്കെ പോലെയുള്ള കാട്ടുകള്ളികളെ. അതാണ് അവൾക്ക് പറ്റിയ തെറ്റ്. അവള് വന്നു നിന്ന് ആട്ടി കാവാല നോക്കി കൊടുക്കേണ്ട കേസാണ് ഇതൊക്കെ. അവളെ കളി പന എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ വളകാപ്പ് ചടങ്ങിന്റെ സമയത്തുള്ള വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം.
ദിയാ കൃഷ്ണന്റെ ഭാഗത്ത് ഇവിടെ തെറ്റുണ്ട്. ഇവളുമാരെ കണ്ണടച്ച് വിശ്വസിച്ച ഒരൊറ്റ തെറ്റ്, അല്ലാണ്ട് ഒരു തെറ്റുമില്ല. ഇവളുമാരെ ഈ തേർഡ് റേറ്റ് കള്ളികളെ കണ്ണടച്ച് അവൾ വിശ്വസിച്ചു. അതാണ് അവൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ ഒരു ഒറ്റ പോരായ്മ മാത്രമേ ഞാൻ ദിയയിൽ കാണുന്നുള്ളൂ. അല്ല, മനസ്സായിരിക്കാം. ആ മനസ്സുകൊണ്ട് ഒരു വേർതിരിവും കാണാതെ ഇവളുമാരെ വിശ്വസിച്ചു. പണത്തിന്റെ ഉങ്കും കാര്യങ്ങളും കൊണ്ടെന്ന് ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടെ നിന്നതിനോടൊന്നും അവൾ കാണിച്ചിട്ടില്ല. ആ കാണിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഇത്രയും തട്ടിപ്പാടം നടത്തൂലായിരുന്നു. നിന്നെയൊക്കെ വിശ്വസിച്ച സ്ഥാപനം ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ നീയൊക്കെ കാണിച്ച തന്തയില്ലാത്ത പരിപാടി. അത് തന്നെ ഞാൻ റിപ്പീറ്റ്ലി പറയും. ഇനി ഗോഡൌണിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ദിയ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മുന്നേ ഉള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനൊന്ന് കൊടുക്കാം. നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. അതായത് ഇവർ പാക്ക് ചെയ്യുമ്പോൾ കയ്യത്ത ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം വെക്കണം. സ്റ്റോക്ക് റൂം ഇപ്പുറത്താണ്. ഇവിടെ സ്മോൾ ബാത്റൂം. ഇത് ബബിൾ റാപ്പ് നോക്കണ്ട, ഇത് എന്റെ ഒരു അനാഥ കസേരയാണ്. ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത്. ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഒരുമിച്ച് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു റാക്ക് പോയി നിങ്ങൾ നോക്കി തന്നെ കാണാൻ ഫുൾ ഓഫ് ബാൻഡിൽസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ്, ഹാരം, ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഒരു ബേസിക്കലി ബിലോ 1000 വോട്ട് ഐറ്റംസ്. ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരിക്കുന്ന കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ്. ദാറ്റ് ഇസ് അബൌട്ട് 1500 റേഞ്ചിലുള്ളത്. 3000 4000 റേഞ്ച് വരുന്നത്. ഓക്കെ ദിയാകൃഷ്ണ, എനിക്കിനി നിന്റെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇനി നീ അവിടെ സ്റ്റാഫിനെ നിർത്തുമ്പോൾ നീ ബോസും അവർ സ്റ്റാഫും ആയിരുന്നാൽ മതി. അല്ലാതെ സഹോദരിയെ പോലെ കൂട്ടുകാരെ പോലെ ഒന്നും കാണേണ്ട കാര്യമില്ല. ഒരു സ്ഥാപനത്തിലുള്ള ആൾക്കാർ എന്ന് വെച്ചിട്ട് സ്റ്റാഫുകൾ എടുത്തിട്ട് ദ്രോഹിക്കണമെന്നല്ല. അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് ഇൻക്രിമെന്റ് ആയാലും കാര്യങ്ങളായാലും ഫ്രീഡം ആയാലും എല്ലാം കൊടുക്കുക. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സ്ഥാപനത്തിലും അവരെ ദ്രോഹിക്കരുത്. ഒരിക്കലും സ്റ്റാഫുമാരെ ദ്രോഹിക്കരുത്. അങ്ങനെ അവരുടെ അടുത്ത് ദേഷ്യപ്പെടാനോ അടിച്ചമർത്താനോ ഒന്നും നിൽക്കണ്ട. പക്ഷേ നീ ബോസ് ആയിരിക്കണം, അവർ സ്റ്റാഫ് ആയിരിക്കണം. അത് മാത്രമേ ഇനി എനിക്ക് നിന്റെ അടുത്തും എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.